ഹായ് ഫ്രണ്ട്സ്, ആ ബ്ലൂ കളറിലുള്ള വണ്ടി നമ്മുടെ ഒല S1 Pro ഫസ്റ്റ് ജനറേഷനാണ്. 28,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2 കൊല്ലത്തോളം നമ്മൾ ഈ വണ്ടി യൂസ് ചെയ്യുന്നു. ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഞാൻ നേരിട്ടു. ബാറ്ററി അടിച്ചുപോയി, മോട്ടർ കത്തിപ്പോയി, ചാർജറും അടിച്ചുപോയി. ഇതെല്ലാം കമ്പനി എനിക്ക് റീപ്ലേസ് ചെയ്ത് തന്നു വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ്. എനിക്കൊരു പൈസയും അവിടെ അടക്കേണ്ടി വന്നിട്ടില്ല. അതിനുശേഷം എനിക്ക് എൻ്റെ ലാസ്റ്റായിട്ട് ഇപ്പോൾ ഹോണും പോയി വണ്ടിയുടെ. ആ ഹോണും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഫ്രീ ആയിട്ട് തന്നെ മാറ്റി തന്നു. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തു എന്ന് കണ്ടപ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു വണ്ടി കൂടി വാങ്ങിക്കണം എന്നുള്ള പ്ലാനായി. അങ്ങനെയാണ് ഒല S1 Pro സെക്കൻഡ് ജനറേഷൻ വാങ്ങിച്ചിട്ടുള്ളത്. ആ ബ്ലാക്ക് വണ്ടി. ഒരുപാട് വ്യത്യാസങ്ങളാണ് ഈ രണ്ട് വണ്ടിയും തമ്മിൽ വന്നിട്ടുള്ളത്. ഗ്യാസ് കുറ്റി കൊണ്ടുപോകാൻ പറ്റാത്ത ആ ഹമ്പ് അതിപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് കുറ്റിയോ എന്ത് വേണമെങ്കിലും അവിടെ വെച്ച് പോകാൻ പറ്റുന്ന ലെവലിലായിട്ടുണ്ട്. അത് വിചാരിച്ചിട്ട് ഗ്യാസ് കുറ്റിയൊന്നും ഹമ്പില്ല എന്ന് വിചാരിച്ചിട്ട് കയറ്റി പോകരുത്. അവിടെയാണ് വണ്ടിയുടെ ബാറ്ററി നിൽക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലുണ്ടായിരുന്ന മോണോ സസ്പെൻഷൻ മാറ്റിയിട്ട് ഇപ്പോൾ ടെലിസ്കോപ്പിക് ഡ്യുവൽ സസ്പെൻഷനായി മാറിയിട്ടുണ്ട്. ബാക്ക് സൈഡിലും ആ ഒരു മോണോ ടൈപ്പ് സസ്പെൻഷൻ മാറ്റിയിട്ട് ഇവിടെ ഡ്യുവൽ സസ്പെൻഷനാക്കി മാറ്റിയിട്ടുണ്ട്. ബാക്ക് സൈഡിലുണ്ടായിരുന്ന ബെൽറ്റ് നമ്മുടെ വണ്ടിക്കൊക്കെ കവേർഡ് ആയിട്ടാണ് വന്നിരുന്നത്. അതും മെറ്റൽ പാർട്ടായിട്ടാണ് കവർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റി ആയിരുന്നു അതിന്. സെക്കൻഡ് ജനറേഷനിൽ അവിടെ ഓപ്പൺ ആണ്. അതിൻ്റെ പുറമെ ഒരു ചീപ്പ് ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ചെറുതായിട്ട് കവർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കല്ല് തട്ടിയിട്ട് 2-3 വട്ടം പൊട്ടിയവരെ എനിക്കറിയാം. അത് മാറ്റാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ അത് സ്റ്റോക്കിൽ ഉണ്ടാവില്ല. സെക്കൻഡ് ജനറേഷൻ മുതലൊക്കെ 10,000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ബെൽറ്റ് പൊട്ടി എന്നുള്ളത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. കാരണം എൻ്റെ ഇപ്പോൾ 28,000 കിലോമീറ്റർ ഓടിയിട്ടും ബെൽറ്റിനൊന്നും ഒരു ഇഷ്യൂ വന്നിട്ടില്ല. അത് അവിടെ ഓപ്പൺ പാർട്ട് ആയതുകൊണ്ട് ചളി കയറിയിട്ട് ആ ബെൽറ്റിൻ്റെ ബലവും കാര്യങ്ങളൊക്കെ പോയി പൊട്ടുന്നതായിരിക്കാം. ഓടിക്കുന്ന സമയത്ത് രണ്ട് വെഹിക്കിളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി സസ്പെൻഷൻ എനിക്ക് സുഖമായിട്ട് തോന്നിയത് സെക്കൻഡ് ജനറേഷൻ വണ്ടികളിൽ തന്നെയാണ്. അതുപോലെ തന്നെ പവർ ഈ വണ്ടി തന്നെ ഫസ്റ്റ് ജനറേഷൻ വണ്ടി തന്നെ അത്യാവശ്യത്തിലധികം നമ്മുടെ റോഡുകളിൽ പവർ ഉണ്ട്. സെക്കൻഡ് ജനറേഷനിലാകട്ടെ ആ പവർ ഒന്നുകൂടി അവർ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനാണ് ഇതുപോലുള്ള വണ്ടികൾക്ക് ഇത്രയും പവർ അവർ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ആക്സിഡൻസ് നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട്. റോഡ് അതിനനുസരിച്ചിട്ടുള്ള റോഡുകളും ഇല്ല. 2 വർഷം കഴിഞ്ഞിട്ടും സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് തോന്നി. പല കമ്പനികളും അവരുടെ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ പിന്നീടുള്ള വർഷങ്ങളിൽ അതൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാനിലോട്ട് മാറിയിട്ട് അത് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ആ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടാറുള്ളൂ. ആ സമയത്താണ് ഒലയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് അപ്ഡേറ്റ്സ് ഇങ്ങനെ വാരിക്കോരി തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയിൽ MOS 5ൻ്റെ അപ്ഡേറ്റ് ചെയ്തു. അതിൽ വന്നിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത്. പുതിയതായിട്ട് നമ്മുടെ വണ്ടിയിലുള്ള സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ റൈഡിങ്ങിൻ്റെ സെക്ഷനിൽ അവിടെ DIY മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മോഡ് കാണാം. ജസ്റ്റ് അതൊന്ന് ഓണാക്കി വെക്കുക. ഡു ഇറ്റ് യുവർ സെൽഫ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പെർഫോമൻസ് ടോർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര സ്പീഡിൽ പോയാൽ മതി അതൊക്കെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പുതിയ മോഡ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും. അതാണ് ഈ DIY മോഡിൻ്റെ പ്രത്യേകത. നമുക്ക് പുതിയതായിട്ടൊരു മോഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വണ്ടിയിൽ എക്കോ മോഡ്, നോർമൽ മോഡ്, സ്പോർട്സ് മോഡ് എന്ന് കാണിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മൈ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക മോഡ് വരും. അതിലൊരു 50-60 പോയാൽ മതി എന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിൽ ഇത്ര സ്പീഡ് മതി, പവർ ഇത്ര മതി, റീജൻ ഇത്ര മതി എന്നുള്ളതൊക്കെ നമുക്കതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു മോഡ് നമുക്കതിൽ പുതിയതായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഹോം പേജിൽ പുതിയതായിട്ട് സൈഡിൽ വിഡ്ജറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് ക്രിക്കറ്റ്, വെതർ, അതിൻ്റെയൊക്കെ വിഡ്ജറ്റ്സ് വന്നതായിട്ട് കണ്ടു. നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും ആപ്പ് നോട്ടിഫിക്കേഷൻസ് ഇതിൽ കാണിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നല്ല ഫീച്ചറാണ് ഈസി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ. ജസ്റ്റ് നമ്മൾ ത്രോട്ടിൽ മുന്നോട്ടും അതുപോലെ തന്നെ നേരെ ആൻറ്റി ക്ലോക്ക് വൈസും തിരിച്ചു കഴിഞ്ഞാൽ, ചെറുതായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ ടൈറ്റ് ആയിട്ടുള്ള പൊസിഷൻസ് നിന്നൊക്കെ വണ്ടി നീങ്ങി കിട്ടും. സ്മാർട്ട് വാച്ച് കണക്ടിവിറ്റി ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. വണ്ടി നമുക്ക് സ്മാർട്ട് വാച്ച് യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റുന്നതാണ്. റോഡ് ട്രിപ്പ് മോഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മോഡ് വന്നിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തിട്ട് അത് വിശദമായിട്ട് പറയാം. അതിൽ പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒല ഗ്രൂപ്പായിട്ട് നമ്മൾ ഇതേ യൂസേഴ്സ് വണ്ടി കൊണ്ട് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ഈ വണ്ടികൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാപ്സിൽ മുന്നിൽ പോകുന്ന ആൾക്കാരെയും അതുപോലെ പിന്നിൽ പോകുന്ന ആൾക്കാരെയൊക്കെ ആ മാപ്പിൽ കാണിക്കും എന്നാണ് പറയുന്നത്. മറ്റൊരു നല്ലൊരു ഫീച്ചർ വന്നിട്ടുള്ളത് ലൈവ് ലൊക്കേഷൻ ഷെയറിങ്. ഇതിൻ്റെ മാപ്സിൽ കയറിയിട്ട് അവിടെ ഒരു ലൈവ് ലൊക്കേഷൻ ഷെയറിങ്ങിൻ്റെ ടാബ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ ഫോൺ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണിൽ ഏത് കോൺടാക്ട്സിലോട്ടാണോ നമുക്ക് ഷെയർ ചെയ്യേണ്ടത് അത് സാഞ്ചറൈസ് ചെയ്ത് കോൺടാക്ട്സ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ നമുക്ക് ഇതുവഴി തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കോൺടാക്ട്സിലോട്ട് വാട്സപ്പ് വഴി നമുക്ക് ലൈവ് ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നീട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് ഇതിൻ്റെ പുതിയ മോഡ്, ഭാരത് മോഡ് എന്ന് പറഞ്ഞിട്ട് പുതിയ തീം വന്നിട്ടുണ്ട്. ഒരു മയിൽപ്പീലിയൊക്കെ വെച്ചിട്ടുള്ള തീമാണ്. എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പിന്നെ അതിൻ്റെ ആ സൗണ്ട്സ് കാര്യങ്ങൾ ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള സൗണ്ട്സിലും കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ ടൂൺ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു രസമായിട്ട് തോന്നി.
അതുപോലെ വന്നിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് മെഗാഫോൺ ഫീച്ചർ. അതായത് നമ്മുടെ വണ്ടിയിൽ 2 സ്പീക്കേഴ്സ് വരുന്നുണ്ടല്ലോ, നമ്മുടെ ഒരു മൈക്ക് യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 സ്പീക്കേഴ്സ് വഴി പുറത്തോട്ട് അതൊരു അനൗൺസ്മെൻറ്റ് രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് മെഗാഫോൺ ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ തന്നിട്ടുണ്ട്. പിന്നീട് വന്നിട്ടുള്ളതാണ് അപ്ലിക്കേഷൻ. ഒല ഇലക്ട്രിക് എന്ന് പറയുന്നത് ഇവരുടെ അപ്ലിക്കേഷന് അത് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. നമുക്ക് ആ അപ്ലിക്കേഷൻ ഇപ്പോഴും ഒരു സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ലാതെ അവർ ഫ്രീ ആയിട്ട് തരുന്നു എന്ന് പറയുന്നത്. നമുക്കതിൽ റോഡ് ട്രിപ്പ് കാര്യങ്ങൾ, നമ്മുടെ വണ്ടിയുടെ യൂസേജ് കാര്യങ്ങളെല്ലാതും അത് ഇപ്പോഴും നമുക്ക് ഫുള്ളായിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള ടാറ്റയുടെ വണ്ടിയിൽ പോലും ഒരു വർഷത്തിന് ശേഷം അവർ സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഫ്രീ ആയിട്ടാണ് ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ് ഫൈൻഡ് മൈ സ്കൂട്ടർ എന്നുള്ള പുതിയൊരു ഫീച്ചർ. അതിൽ നമ്മുടെ വണ്ടിയുടെ ഹോൺ അടിച്ചിട്ട് വണ്ടി എവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് വണ്ടി എവിടെ കിടക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു ഓപ്ഷനാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. എന്തായാലും ഒരുപാട് അപ്ഡേറ്റ്സ് അവർ വരും കാലങ്ങളിൽ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പല ഫീച്ചേഴ്സും ഇപ്പോൾ നമ്മുടെ മുന്നേ വന്നിട്ടുള്ള ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനെ പല ഫീച്ചേഴ്സ് അവർ പറഞ്ഞ് പറ്റിച്ചതാണ് കേട്ടോ. അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്നും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇനി ഈ ഫീച്ചേഴ്സൊക്കെ എത്രമാത്രം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് യൂസ്ഫുള്ളായിട്ട് നോക്കിയിട്ട് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേക റിവ്യൂ വീഡിയോ തന്നെ ഞാൻ വേണമെങ്കിൽ ചെയ്യാം. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക കേട്ടോ. ഈ വണ്ടി എടുത്തവരൊക്കെ പെട്ടിട്ടുള്ളൂ. ഷോറൂമുകളിലൊക്കെ ഒരുപാട് ഒല ഇലക്ട്രിക്കിൻ്റെ വണ്ടികൾ നിറഞ്ഞ് സർവീസിന് വേണ്ടിയിട്ട് കാത്ത് കിടക്കുന്നുണ്ട് എന്നുള്ള ന്യൂസുകൾ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.